ഒരു റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഇതിൻ്റെ ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത. അതാണ്, അത്രത്തോളം ഡേഞ്ചറാണ് ഈ റോഡ്. ഇതാണ് ഗൈസ് ഇവിടെ അവസ്ഥ. ഇതാണ്, നമ്മൾ ടോളെന്നും പറഞ്ഞ് വരും, ഫാസ്റ്റ് ആകൊണ്ട് എല്ലാം ഉണ്ടെന്നും പറഞ്ഞ് വരും, അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയും റിവേഴ്സ് എടുക്കാൻ പറയും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഗൈസ് അപ്പം നമ്മൾ നാഗർകോവിൽ എത്തിയിട്ടുണ്ട്. നാഗർകോവിലിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള അരുൾവാഴി മൊഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. മണി ഇപ്പം 7. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഇനി 707 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം നമ്മൾ ഹൊസൂർ എത്താറായിട്ടേ ഉള്ളൂ. സമയം ഇപ്പം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നല്ല തിരക്കുണ്ട് റോഡിൽ ഫുള്ള്. നല്ല സാധാരണ ഇത്രയും തിരക്കില്ലാത്തതാണ് ഈ ടൈമിൽ. കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് ഈ തിരക്കൊക്കെ വരാറ്. പക്ഷേ ഇതിപ്പോഴേ അത്യാവശ്യം നല്ല ലോറിയുടെ ട്രാഫിക്കൊക്കെ ഉണ്ട്. എന്നാലും നോക്കാം നമുക്ക് എത്ര മണിക്ക് എത്തും എന്താണെന്ന്. അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് അപ്പോൾ നമ്മൾ നല്ല ഡിലേ ആണ്, കാരണം നല്ല തിരക്കുണ്ട് റോഡിൽ. വിചാരിച്ച കണക്ക് പോകാൻ പറ്റുന്നില്ല. റോഡിൽ ഫുള്ള് ട്രാഫിക്കാണ്. ഓരോ ലോറിയും ഓരോ ബസ് ഇങ്ങനെ മാറി ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം ഇപ്പോൾ കൃഷ്ണഗിരി ആവേണ്ടതാണ്. ഇപ്പം നമ്മൾ 12:15 മണി. കൃഷ്ണഗിരി ആവേണ്ടതായിരുന്നു, പക്ഷേ നമ്മൾ ഒന്നും എത്തിയിട്ടില്ല. എന്നാലും മാക്സിമം നമ്മൾ നോക്കുകയാണ്. ഓപ്പോസിറ്റ് നിന്ന് വരുന്നതും ഈ പറഞ്ഞ കണക്ക് നല്ല തിരക്കുണ്ട് റോഡിൽ. ക്യൂ ആയിട്ടാണ് ഈ 4 വരി പാതയിൽ 6 വരി പാതയാണ്. NH44. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. NH47 എന്നാണ് പറഞ്ഞത്. ആക്ച്വലി NH47 ചേഞ്ച് ചെയ്തിട്ട് ഒരു NH44 ആക്കിയായിരുന്നു. പക്ഷേ അത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. സോ അത് ഞാനിപ്പോൾ തിരുത്താണ്. ഇത് NH44 ആണ്. ഇതാണ് ഗൈസ് ഇവിടെ അവസ്ഥ. ഇതാണ്, നമ്മൾ ടോളെന്നും പറഞ്ഞ് വരും, ഫാസ്റ്റ് ആകൊണ്ട് എല്ലാം ഉണ്ടെന്നും പറഞ്ഞ് വരും, അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയും റിവേഴ്സ് എടുക്കാൻ പറയും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ തോപ്പൂർ ടോൾ എന്തോ ആണ് എത്തിയത്. ഇനി എത്രയും ദൂരം റിവേഴ്സ് എടുക്കണം. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റും അവസ്ഥ. ഇയാളിത് തുറന്നു നിന്ന് നോക്കട്ടെ. ഇപ്പൊ അത് മറ്റേ ശരിയായി. ഞാൻ അവസ്ഥയാണ്. ഇത്രയും ദൂരം നമ്മൾ സ്പീഡിൽ വന്നതൊക്കെ വെറുതെ തുറക്കടേ.
രാത്രി ഇറങ്ങിയത്. പക്ഷേ ഭയങ്കര വലിയൊരു ഇതായിപ്പോയി. ഫുള്ള് ലോറിയും ബസ്സും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഗൈസ്, ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന തോപ്പൂർ ഘാട്ട് സെക്ഷൻ എന്നാണ് പറയണത്. ഈ സ്ഥലത്തിൻ്റെ പേരാണത്. ഇത് വൺ ഓഫ് ദി ഡേഞ്ചറസ് കർവ്സും പിന്നെ അത്രത്തോളം ഡീപ്പ് ബെൻഡൊക്കെ ഉള്ള ഒരു റോഡാണ്. നമ്മുടെ ഹൈവേയിൽ തന്നെ കൂടെ ഉള്ള ഒരു ഘാട്ട് സെക്ഷനാണ് ഇത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ എപ്പോഴും ആക്സിഡൻസ് നടക്കാറാണ് പതിവ്. ഇവിടെ കൂടെ നമ്മൾ, അതായത് സേലം ബാംഗ്ലൂർ റൂട്ടിൽ ഓടിക്കുന്നവർ പ്രത്യേകം തോപ്പൂർ സെക്ഷൻ എത്തുമ്പോഴത്തേക്കും കുറച്ചൊന്ന് സ്പീഡ് സ്ലോ ചെയ്യുക, കുറച്ചൊന്ന് അലേർട്ട് ആവുക. കാരണം ഇത് അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണ്. കാരണം രണ്ട് സൈഡും ലോറി ഇപ്പം കണ്ടില്ല, ഇപ്പം രണ്ട് സൈഡ് ഇപ്പം ഈ പോകുന്ന മാതിരി ലോറി ഇങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. രണ്ട് സൈഡും അത് തന്നെ ആയിരിക്കും അവസ്ഥ. സോ ഇതിൽ നമ്മൾ പോകാന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പം ഈ റൂട്ടിൽ പോകുന്നവർ ശ്രദ്ധിക്കുക എന്തായിരുന്നാലും. ആക്സിഡൻസ് ആയതുകൊണ്ടാണ് ഇവർ ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് റോഡിൽ. അവര് രണ്ട് ലൈനാക്കി വെച്ചിരിക്കുകയായിരുന്നു, അപ്പുറത്തൂടെ കയറിയാൽ മതിയായിരുന്നു. കയറിയിട്ടും കാര്യമില്ല, ഫുള്ള് ബ്ലോക്കാണ്. ഓഫ് ദൈവമേ, കണ്ടില്ലേ, ജസ്റ്റ് മിസ്. സ്പീഡ് ലിമിറ്റ് 30 ആണ്. 30-കകത്ത് തന്നെ പോകാൻ ശ്രമിക്കുക. എല്ലായിടത്തും ഓരോ സൈൻ ബോർഡും കാര്യങ്ങളും, ആക്സിഡന്റ് നടന്നതിന്റെ ഫോട്ടോസും കാര്യങ്ങളും, ഇത്രയും റിഫ്ലക്റ്റേഴ്സ് ഉള്ള ഏതെങ്കിലും ഒരു റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഇതിന്റെ ഈ ഒരു റോഡിന്റെ പ്രത്യേകത. അതാണ്, അത്രത്തോളം ഡേഞ്ചറാണ് ഈ റോഡ്. ബ്രേക്ക്, ലോറിയിലൊക്കെ ബ്രേക്ക്, അതായത് ഹെവി ലോഡായിട്ട് വരുന്ന വണ്ടികളുടെയൊക്കെ ബ്രേക്ക് ഒരുപാട് ഇവിടെ നിന്ന് പോകാറുണ്ട് ഈ റോഡിൽ. അതെന്താണ് കാരണം എന്നറിയത്തില്ല. ഈ ചെറിയ ബോർഡൊക്കെ നിങ്ങൾ കാണുന്നത് ഓരോ ആക്സിഡന്റിന്റെ ഫോട്ടോസ് ആണ്. അത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവർ ഈ റൂട്ടിലുണ്ടായ ആക്സിഡൻസിന്റെ ഫോട്ടോസ് ആണ് അവർ വെച്ചിരിക്കുന്നത്. വളവ് ആയിട്ടുള്ള ഒരു റോഡാണ്. ഇപ്പൊ ലോറി ലോറിന് ഓവർലോഡ് കണ്ടില്ല, ഇത്രയും ഓവർലോഡ് വെച്ചിട്ടാണ് അവർ ഈ റോഡിലൊക്കെ വളയ്ക്കുന്നത്. സമ്മതിക്കണം. ട്രിവാൻഡ്രം ബാംഗ്ലൂർ റൂട്ടിലെ ഏക ഘാട്ട് സെക്ഷൻ ഇതാണ്. അതായത് ഹൈവേയിൽ തന്നെ ഘാട്ട് സെക്ഷനുള്ള ചുരുക്കം ചില റോഡിൽ ഒന്ന് ഇതാണ്.
4 to 5 കിലോമീറ്റേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഗാർഡ് സെക്ഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. പക്ഷെ ആ 4 to 5 കിലോമീറ്റേഴ്സ് അത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ച് ഓട്ടിക്കേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞു, ഗാർഡ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ നോർമൽ ഹൈവേ ആണ് പോലെയാണ് ഇനി അങ്ങോട്ട്. ഗായ്സ്, ഇപ്പോൾ നമ്മൾ സേലം എത്തിയിട്ടുണ്ട്. ഇനി മണി ഇപ്പോൾ അതേണ്ട 2 മണിയായിട്ടുണ്ട്. ഇനി മധുര ഇവിടെ നിന്ന് ഫോക്കസ് ആവത്തില്ല. മധുര ഇവിടെ നിന്ന് 234 കിലോമീറ്റേഴ്സ് ഉണ്ട്. അടുത്ത് നമ്മളെ നെക്സ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് മധുരയാണ്. ആക്ച്വലി സേലത്ത് നിർത്താമെന്ന് വിചാരിച്ചത്, പക്ഷെ നിർത്തിയില്ല. നോക്കാം. ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ പെട്രോൾ ഡീസൽ എല്ലാം കൂടെ അടിച്ച് സമയം എല്ലാം കൂടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3 hours ആയിട്ട് അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അത്രയും ടൈം സേലത്തിൽ നിന്ന് മധുരയിൽ എടുക്കത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം ഞാനൊന്ന് ഒരു ഫസ്റ്റ് ടീ ബ്രേക്കായിട്ട് വണ്ടി നിർത്തിയതാണ്. ഇപ്പം സമയം ഇപ്പം മണി 5:38 മധുര കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുപാട് പോകാനുണ്ട്. 300 കിലോമീറ്റർ അടുപ്പിച്ച് പോകാനുണ്ട്. ഇവിടെയാണ് ഞാൻ ടീ ബ്രേക്ക് എടുത്ത സ്ഥലം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കോഫിയായിരുന്നു. കോഫി കുടിച്ചു. പിന്നെ ഞാൻ എപ്പോഴും വണ്ടി നിർത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ടയറൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കാറുണ്ട്. കുഴപ്പമില്ല, എയർ ഉണ്ടെന്ന് തോന്നണം. പക്ഷെ ബാക്കിൽ കുറച്ച് കുറവാണെന്ന് തോന്നണു. കുഴപ്പമില്ല ഗൈസ്, സെറ്റാണ് ഗൈസ്. അപ്പം സമയം ഇപ്പം മണി 6:30 ആയിട്ടുണ്ട്. നമ്മൾ തിരുനെല്വേലി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല രീതിയിൽ ലേറ്റായി. ഇടയ്ക്ക് ബ്രേക്കൊക്കെ എക്സ്ട്രാ 1 ബ്രേക്ക് 2 ബ്രേക്കൊക്കെ എടുത്ത്. അതുകൊണ്ടാണ്. സോ ഫാർ സോ ഗുഡ്. നല്ലൊരു യാത്രയായിരുന്നു. ആക്ച്വലി നമ്മൾ തിരുനെല്വേലിയെല്ലാം കഴിഞ്ഞ് കോയിൽപ്പെട്ടി എത്തേണ്ട സമയമാണ്. പക്ഷെ നമ്മൾ കുറച്ച് ബ്രേക്ക് കൂടുതൽ എടുത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം സ്പീഡിലാണ് വന്നത്. എന്നാലും ബ്രേക്കും പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത്. നോക്കാം, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എത്ര മണിയാവുമെന്ന് നോക്കാം.
എത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ലേറ്റായി. ഇപ്പം കളിക്കവള കഴിഞ്ഞു. ഇനി അടുത്ത് നെയ്യാറ്റിൻകര, പിന്നെ അടുത്ത് എൻ്റെ സ്ഥലം പള്ളിശ്ശേരി. ഗായ്സ്, ഇപ്പോൾ സമയം 10:15 നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചത് 11:30-ക്കാണ്. നാഗർകോവിൽ നമ്മൾ 8 മണിക്ക് അടുപ്പിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് എക്സ്ട്രാ ഡിലേ ആയി. കാരണം അത് മോർണിംഗ് ടൈം ആയിട്ട് തിരക്ക് കൂടുതലായിരുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേമാതിരത്തെ ട്രാവൽ കണ്ടൻറ്റും ബസ്സിൻ്റെ വീഡിയോസും ട്രാവലിംഗ് ആയിട്ടുള്ള പലതരം വീഡിയോസും വരുന്നതാണ്. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെയും ബൈ.